മാതാപിതാക്കളെ സ്നേഹിച്ചത് കൊണ്ടാണ് അള്ളാഹ് ഇത് കൊടുത്തത്. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹയോട് ഇത് പറയുമ്പോൾ ആയിഷ ബീബി ചോദിച്ചു, നബിയെ, എനിക്ക് എൻ്റെ വാപ്പാനെ ഉമ്മാനെ ഇഷ്ടമാണ്, എനിക്കും കിട്ടുമോ? മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കൾക്ക് എല്ലാവർക്കും ഇത് കിട്ടുമോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല. ആ ചെറുപ്പക്കാരന് ഒരു 3 നല്ല സ്വഭാവം ഉണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരന് ഒരു 3 നല്ല ഗുണമുണ്ടായിരുന്നു. അതുണ്ടെങ്കിൽ എല്ലാവർക്കും കിട്ടും. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ കൈപൊക്കിയ നിങ്ങൾക്ക് ഈ പറയുന്ന 3 സ്വഭാവം ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അല്ലാഹു കാക്കുമാറാകട്ടെ. ഈ പറയുന്ന 3 നല്ല സ്വഭാവം നിങ്ങളിൽ ആർക്കാവുള്ളത്? ഈ പറയുന്ന 3 ഗുണങ്ങളിൽ ആ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 3 ഗുണങ്ങളിൽ നിങ്ങളിൽ ആർക്കെങ്കിലും ഉണ്ടോ സഹോദരിമാരെ? മാതാപിതാക്കൾ ഉണ്ടെന്ന് പറഞ്ഞ് കൈപൊക്കിയ ചെറുപ്പക്കാരാ, നിനക്കൊണ്ടോടാ പൊന്നുമോനെ? ഒന്നാമത്തെ ഗുണമെന്തെന്നറിയോ? ഒന്നാമത്തെ ഗുണമെന്താണ്? ഈ സദസ്സിലിരിക്കുന്ന എല്ലാവരും ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളവരാ. അല്ലാഹു നമ്മുടെ ഉമ്മയ്ക്ക് ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. എല്ലാരും ഉമ്മാടെയും വാപ്പാടെയും കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. 99.25% പേര് എല്ലാവരും ഉമ്മാടെ കയ്യിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ച് കഴിച്ചിട്ടുണ്ട്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഹാരിസത്ത് ബിൻ നുഅ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനായ സ്വഹാബിക്ക് ഉണ്ടായിരുന്ന ഗുണം, സ്വന്തം കൈകൊണ്ട് തൻ്റെ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കുന്ന മകനായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉമ്മായിക്ക് സ്വന്തം കൈകൊണ്ട് അങ്ങോട്ട് വാരി കൊടുക്കുമായിരുന്നു. അങ്ങനെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വാപ്പായിക്കോ ഉമ്മായിക്കോ ഭക്ഷണം വാരി കൊടുത്തിട്ടുള്ള മക്കളൊന്ന് കൈവക്കിക്കുക. നേരത്തെ പൊങ്ങിയ കൈയൊന്നും കാണുന്നില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അർക്കപ്പറല്ല ഈമാൻ തരുമാറാകട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദര, നിന്റെ സ്വന്തം ഉമ്മായിക്കും വാപ്പായിക്കും ഇത്രയും കൊല്ലത്തിന്റെ ഇടയിൽ ഒരു പ്രാവശ്യം പോലും ഒരിത്തിരി ചോറ് വാരി കൊടുക്കാൻ നിന്നെ കൊണ്ട് പറ്റിയിട്ടില്ലെങ്കിൽ നീ ആരാണെന്ന് നീ തന്നെ ചിന്തിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. സഹോദരിമാരില്ലേ, പിന്നെ ഇനി ആ കിളവിക്ക് കൊടുക്കാത്തതിന്റെ കുഴപ്പം കൂടെ ഉള്ള ഉസ്താദല്ലേ. ഇന്ന് ഉമ്മായി വിളിക്കുന്നത് കിളവീന്നാ. പുതിയ തലമുറ, പുതിയ ഉമ്മാന്നൊക്കെ ഉള്ള വിളിയൊക്കെ മാറി. അതാണല്ലോ ഇന്ന് പെണ്ണുങ്ങള് കാമുകൻ രാത്രി ഫോൺ വിളിക്കുമ്പോൾ പറയും, ഓ കിളവനും കിളവി ഉറങ്ങിയിട്ടില്ലടാ, എവിടെ ഇരിപ്പുണ്ട്. അതാ പറയാ. ആരെയാ പറയണേ? സ്വന്തം തന്തയും തള്ളയും. ആരല്ല, സ്വന്തം വാപ്പായി ഉമ്മയെ പറയാം. 2 എണ്ണം ഉറങ്ങിയിട്ടില്ല, ഉറങ്ങി കഴിഞ്ഞിട്ട് വിളിക്കാം. ഓ ഉറക്കോ ഇല്ല, 2 ചുമച്ചോണ്ട് ഇവിടെ കിടപ്പുണ്ട്. തന്നെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് മാതാപിതാക്കളുടെ മഹത്വവും പവിത്രതയും ഇന്ന് അറിയാതെ പോവാ. ഇടയ്ക്കിടയ്ക്കൊന്ന് ചിന്തിക്കണം, ആരാ ഉമ്മ എന്നിട്ടാ, ആരാണ് ഉമ്മയാരാ വാപ്പയാരാ നിന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ചിന്തിച്ചു നോക്കണം. ആ ഉമ്മാടെ കാൽച്ചുവട്ടിലാ ആമീൻ ആ സ്വർഗം കിടക്കണേ. എടാ, നിന്റെ ഉമ്മാടെ കാലിന്റെ അടിയിലാ സ്വർഗം കിടക്കണേ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഉമ്മാനെയൊക്കെ തിരിഞ്ഞു നോക്കാൻ എവിടെ പ്രായം ചെന്ന് മുടിയൊക്കെ നരച്ച് തൊലിയെല്ലാം ചുളുങ്ങി അല്ലാഹുവേ എല്ലും തോലുവായി കിടന്ന് മലമൂത്ര വിസർജനം നടത്തുന്ന ഉമ്മായിക്കിന് ചോറ് വാരാൻ, അവരെ പോയി സ്നേഹിക്കാൻ എവിടെ സമയം? ഉമ്മാനെ ചുംബിച്ചിട്ടുണ്ടോ സഹോദര? നിങ്ങളൊക്കെ ചിന്തിക്കുക. സ്വന്തം ഉമ്മാനെ ചുംബിച്ചിട്ട് എത്ര കാലമായി? വാപ്പാനൊരു ഉമ്മ കൊടുത്തിട്ട് എത്ര കാലമായി? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എത്ര പേരാ പോയിട്ട് ചുംബനം കൊടുക്കുന്ന ഉമ്മായിക്ക്? ഉമ്മായിക്ക് എവിടാ ചുംബനം കൊടുക്കണ്ടേ? എവിടാ ഉമ്മായിക്ക് ഉമ്മ കൊടുക്കേണ്ടത്? ഉമ്മയുടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുക്കണം. അല്ലാഹു ഭാഗ്യം തരുമാറാകട്ടെ. കവളിൽ കൊടുക്കണ്ട എന്നല്ല, ഉമ്മയുടെ നെറ്റിയിൽ 2 കണ്ണിന്റെ ഇടയിൽ ചുംബിക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. ചുംബിക്കുവോ? ആ പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ പെണ്ണുമ്പിള്ളയുടെ അടുത്ത് പോത്തില്ല. ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്താൽ അള്ളാഹു തരുന്ന പ്രതിഫലം അറിഞ്ഞിരുന്നെങ്കിൽ പിന്നെ മക്കളും പെണ്ണുമ്പിള്ളയുടെ അടുത്തല്ല, ഉമ്മാടെ അടുത്ത് തന്നെ ഇരുന്നേനെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. പറഞ്ഞുതരട്ടെ എന്തേ പേടിയുണ്ട്? അക്കരെ പോകാതിരിക്കും. ഉമ്മാടെ നെറ്റിത്തടത്തിൽ ഉമ്മ കൊടുത്താൽ അള്ളാഹ് തരുന്ന പ്രതിഫലം പറയട്ടെ. വേണോ? വേണ്ടെങ്കിൽ വേണ്ട, എനിക്ക് നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ വേണമെന്നുള്ളവർക്ക് ഇൽമു പറഞ്ഞു കൊടുക്കേണ്ടത്. പണ്ടായിരുന്നു അല്ലാത്തവർക്കൊക്കെ മദ്രസയിൽ പഠിക്കാൻ വരുന്ന വിദ്യാർത്ഥിക്ക് ഇൽമു പറഞ്ഞു കൊടുക്കേണ്ട. വീട്ടിൽ പോയി പറയണ കാലമൊക്കെ കഴിഞ്ഞു. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഉമ്മായിക്ക് ഉമ്മ കൊടുക്കണം. ആ ഉമ്മയുടെ കാൽച്ചുവട്ടിൽ ആ സ്വർഗം കിടക്കുന്നത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു, നബിയെ, എനിക്ക് ഏറ്റവും കൂടുതൽ ബാധ്യത ആരോടാ? ഉമ്മയോടാ. ആരോടാ നബിയെ? ഉമ്മയോട്. ആരോടാ നബിയെ? ഉമ്മയോട്. ആരോടാ നബിയെ? വാപ്പയോട്. 3 പ്രാവശ്യം ഉമ്മ ഉമ്മ ഉമ്മ. കാരണം എന്തേ?
എന്തേ കാരണം? ഗർഭം ചുമന്നതു 10 മാസം തള്ളയാ, പ്രസവിച്ച വേദന തിന്നതും അവർ തന്നെയാ, പാലൂട്ടി നിന്ന വളർത്തലും അവരാണ്, ഈ 3 കാര്യം ഉപ്പയിൽ ഒഴിവാണ്. 9.5 മാസം ചുമന്നത് നിന്റെ പെണ്ണുമ്പിള്ള മാത്രമല്ല, ഉമ്മായും ചുമന്നിട്ടുണ്ടാ. നിന്റെ പെണ്ണുമ്പിള്ള ഗർഭിണിയായപ്പോ പിന്നെ തറയില്ല ഇങ്ങനെ കൊണ്ടടക്ക, ഇങ്ങനെ നോക്കാനും പിടിക്കാനും നീ ഉണ്ടായിരുന്നു. പക്ഷേ നിന്റെ ഉമ്മായെ പിടിക്കാനും നോക്കാൻ ആരില്ലായിരുന്നു. 9.5 മാസം ചുമന്നുകൊണ്ട് എല്ലാ ജോലിയും നിന്റെ ഉമ്മ ചെയ്തു. എത്ര പരാതി ആരോടും ഇല്ല, കഷ്ടപ്പാടുണ്ടെങ്കിലും പരാതിയില്ല. 9.5 മാസം ചുമന്നത് ഉമ്മയാ. നിന്റെ ഭാര്യ മാത്രമല്ല പ്രസവിച്ചത്, അവൾ ഇന്ന് സുഖപ്രസവം ഹോസ്പിറ്റലിനകത്ത് കിടന്ന് രാജാവിനെ പോലെ പ്രസവിക്കുന്നു. നിന്റെ ഉമ്മ വീടിന്റെ അകത്ത് കിടന്ന് നിലവിളിച്ചിട്ടുണ്ട്. നിന്റെ ഉമ്മയാ നിന്നെ പ്രസവിച്ചത്. പട്ടിണിയാണെങ്കിൽ ഇന്ന് നിന്റെ ഭാര്യ പ്രസവിച്ചു കഴിഞ്ഞാൽ 40 ദിവസം സുബ്ഹാനല്ലാഹ് അന്നരിച്ചിക്കേ. നിന്റെ ഭാര്യ പ്രസവിച്ച് 40 ദിവസം ആട്ടിന്റെ നെയ്യും എന്തൊക്കെയുണ്ടപ്പാ അല്ലേ? 40 ദിവസത്തേക്ക് തമ്പുരാട്ടിയെ പോലെ നോക്കാൻ ആള് വരും. നിന്റെ പെണ്ണുമ്പിള്ള പ്രസവിച്ച് കിടക്കുമ്പോ 40,000 50,000 മേടിച്ചിട്ട് 40 ദിവസത്തിന് കുളിപ്പിക്കാനും നോക്കാനും പെണ്ണുങ്ങൾ. പ്രസവിച്ചതിന്റെ 4ന്റെ അന്ന് അവിടെ ആരുമില്ല, നിന്റെ ഉമ്മ തന്നെയാ എഴുന്നേറ്റ് ചോറും കറിയും വെച്ചത്. ഓർമ്മ വേണം കേട്ടാ. പ്രസവിച്ച് 3ന്റെ അന്നേ നിനക്കൊക്കെ ചോറ് വെച്ച് നിന്റെ കൂടപ്പുറമൊക്കെ തന്നത് ഈ ഉമ്മയാ. ഉമ്മയുടെ നടുവേദന ഇന്നും മാറാത്ത എന്തുകൊണ്ടെന്നറിയോ? അന്ന് പ്രസവിച്ചിട്ട് കിടക്കാതെ കിടന്ന് നിന്നെയൊക്കെ നോക്കിയതാ സഹോദര. അതാ ഉമ്മ. ആ ഉമ്മയുടെ കാൽച്ചുവട്ടിലാ സ്വർഗം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ളവരെ, ഉമ്മ വാപ്പ അവരെ നമുക്ക് ബഹുമാനിക്കണം, ആദരിക്കണം. അതുകൊണ്ട് മാതാപിതാക്കൾക്ക് ഭക്ഷണം നിന്റെ കൈ കൊണ്ട് ഒരിക്കലെങ്ങും വാരിക്കൊട്. അള്ളാന്റെ അടുക്കൽ നിന്ന് സ്വർഗത്തിലെ ഭക്ഷണം വാങ്ങിച്ചു കഴിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. കൊടുക്കോ ഉമ്മയ്ക്ക് ഭക്ഷണം വാരി കൊടുക്കോ? എന്നും കൊടുക്കണ്ടെന്ന്, ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കൊടുക്കാന്ന് നിയത്ത് ചെയ്യുന്നവർ കൈയെത്തിക്കുക. ഇന്നത്തെ വയത് കൊണ്ട് വല്ല പ്രയോജനം ഉണ്ടെന്ന് അൽഹംദുലില്ലാ. നിങ്ങൾ എങ്ങനെ കൊടുക്കോ? ഒന്ന് കൈ പൊക്കിക്കുക, താത്താമാരൊക്കെ പൊക്കിക്കുക. നീ കൊടുക്കണ്ട ഇരുന്നോ. നീ ചാവാൻ കിടക്കുമ്പോ വെള്ളം ഒഴിച്ചു തരാനും നിന്റെ മക്കൾ ഉണ്ടാവില്ല. അത്ര തന്നെ. സ്വന്തം ഉമ്മായിക്ക് ചോറ് വാരി കൊടുക്കാൻ മനസ്സില്ലാത്ത നീ 10 എണ്ണത്തിന് പെറ്റവളാണെങ്കിലും മരിക്കാൻ കിടക്കുമ്പോ വെള്ളം ഒഴിച്ചു തരാ ഒരെണ്ണം ഉണ്ടാവില്ല. നീ ചെയ്തതേ നിന്റെ മക്കളും നിന്നോട് ചെയ്യൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു കാക്കുമാറാകട്ടെ. അപ്പൊ ഉമ്മായിക്ക് ഭക്ഷണം വാരി കൊടുക്കണം. ഉമ്മായിക്ക് മാത്രല്ലട്ടാ, വാപ്പായ്ക്ക് വിലയില്ല എന്നല്ലട്ടാ. വാപ്പായ്ക്ക് ആണുങ്ങൾക്ക് വിലയില്ല എന്നല്ല. ആണുങ്ങൾ ആരെന്നറിയോ? വാപ്പ ആരെന്നറിയോ? എല്ലാവർക്കും വാപ്പയോട് ദേഷ്യവ. കാരണം വാപ്പ തല്ലും. വാപ്പ എന്ന് പറഞ്ഞ സ്നേഹം പുറത്ത് കാണിക്കില്ല, ഉള്ളിൽ കൊണ്ടു നടക്കും. അതങ്ങനെ കാണിക്കണം. സ്നേഹം കാണിച്ച തോളി കയറിയിരിക്കും. അതുകൊണ്ടാ കാണിക്കാത്ത. കാരണം വാപ്പായി ഉമ്മായെ പോലെ വാപ്പായി ആയാലോ മക്കൾ പറഞ്ഞാൽ അനുസരിക്കൂല. അതുകൊണ്ടാ പണ്ടത്തെ വാപ്പമാര് വാപ്പ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ കഴിഞ്ഞില്ല. എൻ്റെ പ്രിയമുള്ളവരെ, ഒരു വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഒരു വാപ്പയ്ക്ക് ബർക്കത്ത് ചെയ്യാൻ വേണ്ടി മുത്തുനബി ദുആ ചെയ്തിട്ടുണ്ട്. അല്ലാഹു ആ വാപ്പമാരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. അല്ലാഹു നമ്മളെ പെടുത്തുമാറാകട്ടെ. ഏത് വാപ്പയ്ക്കാന്നറിയോ? തൻ്റെ മക്കളെ നേരെയാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടി വെട്ടി വെച്ചിട്ടുള്ള വാപ്പയ്ക്ക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഇതിനു വേണ്ടി മക്കൾ തെറ്റ് ചെയ്യുമ്പോ അവരെ നന്നാക്കുന്നതിന് വേണ്ടി വീട്ടിൽ ഒരു വടിയെടുത്ത് വെച്ചിരിക്കുന്ന വാപ്പയ്ക്ക് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ എന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ ആരുടെയെങ്കിലും വീട്ടിൽ അങ്ങനെ ഒരു വടിയുണ്ടോ? ഉണ്ടോപ്പാ? ഒന്ന് കൈവക്കിക്ക്. നിന്നോടെ വീടിന്റെ അകത്ത് കിടന്നിങ്ങനെ ചാടുമ്പോഴേ, പറഞ്ഞാൽ അനുസരിക്കാതെ വീടിന്റെ അകത്ത് കിടന്ന് തുള്ളുമ്പോ ഉമ്മ ചോദിക്കും, മോനെ അതുകൊണ്ട് ആ അലമാരിയുടെ മൊളി ഇരിക്കുന്നത് കണ്ടോടാ? ഇത്രേ ചോദിക്കത്തുള്ളൂ. അതുകൊണ്ട് അലമാരി, പിന്നെ അലമാരി ഒന്നും ഇല്ലല്ലോപ്പാ. ഒരു ഉദാഹരണം. ഉമ്മ ചോദിക്കുക, അവിടെ ഇരിക്കുന്നത് കണ്ടോ? കണ്ടുമ്മ. സുബ്ഹാനല്ലാഹ്, തീർന്നു. എന്തേ? അവിടെയാണ് വാപ്പ വടിവെട്ടി വെച്ചിരിക്കുന്നത്. അതറിയാം. അതുകൊണ്ട് തല്ലാനല്ല മനുഷ്യ, ബർക്കത്തിന് വേണ്ടി നിന്റെ വീട്ടിൽ ഒരു കമ്പ് നീ ഒടിച്ചു വെക്ക്. അള്ളാഹു നിനക്ക് ബർക്കത്ത് ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഉമ്മായ്ക്ക് ഭക്ഷണം വാരി കൊടുക്ക്. 2, ആ കുഞ്ഞിൻ്റെ ഉമ്മ അതിനെ പരിഗണിക്കപ്പ. പാവം
ഒന്നെടുത്തൊന്ന് സുബ്ഹാനല്ലാഹ്, ഒന്ന് നടന്നേരെ അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ട് ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കില്ലായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി. ആ മകന്റെ രണ്ടാമത്തെ ഗുണം, ഉമ്മച്ചിയുടെ മുന്നിൽ ശബ്ദമുയർത്തൂല. നമ്മളോ? ഉമ്മ നമ്മുടെ മുന്നിൽ പാവാ മിണ്ടൂല, ഉമ്മ നമ്മുടെ മുന്നിൽ മിണ്ടൂല. നമ്മുടെ ശബ്ദമോ? ഉമ്മാനെ വിളിക്കണ വിളി കേട്ടിട്ടുണ്ടോ? ഉമ്മാനെ വിളിക്കണ ഭാഷ കേട്ടിട്ടുണ്ടോ? പച്ച തെറി വിളിക്കാറുണ്ട് ഉമ്മാനെ. കിളവി ഇങ്ങനെ ഇതൊക്കെ വിളിച്ചിട്ട് ആക്ഷേപിക്കുക. അള്ളാന്റെ ഖുർആൻ പറഞ്ഞത് ചേയെന്ന് പറയണ വാക്കുപോലും പറയരുത്. നമ്മൾ അത് പറയാറില്ല, പറയുന്നത് അതിനേക്കാൾ അപ്പുറത്തെയാ. എന്റെ പ്രിയമുള്ളവരെ, മാതാപിതാക്കളെ മനസ്സുകൊണ്ട് നീ പഠിച്ചതാ, അവരുടെ മുന്നിലൂടെ നടക്കരുത്, അവരെ വേദനിപ്പിക്കരുത്, പഠിച്ചതല്ലേ. ഇന്നും മക്കള് ഭരിക്കുന്നു വാപ്പാനെ ഉമ്മാനെ. മാതാപിതാക്കളെ ഭരിക്കുന്നത് മക്കളാ. വീടൊക്കെ വെച്ച് കൊട്ടാരം പോലെ വീട് ഗൾഫിൽ പോയി ഇത്തിരി പണമായി ഇത്തിരി വീടായി കഴിഞ്ഞപ്പോ ഉമ്മാനെ ഉപ്പാനെയും കൊണ്ട് വന്നിട്ട് മോൻ പറയും, രണ്ടെണ്ണം കൂടെ വല്ലതും തിന്നിട്ട് ഇതിനകത്ത് അടങ്ങി ഒതുങ്ങി കിടന്നോണ്ട് ഭരിക്കും. അങ്ങനെ ഒരു കാലം കണ്ട ആകാശത്ത് നിന്ന് തീമഴ പെയ്യാൻ സമയമായെന്ന് നബിയുനാ റസൂലുള്ളാഹി. ചങ്ങായി, നീ വളർന്നിട്ടില്ല നിന്റെ ഉമ്മാനെ ഭരിക്കാൻ കേട്ടോ. എത്ര വലിയവനായാലും നീ ഈ ലോകത്ത് എവിടേക്ക് എത്തിയാലും ഉമ്മാനെയും വാപ്പാനെയും ഭരിക്കാൻ നീ വളർന്നിട്ടില്ല. ഭരിക്കണമെന്നുണ്ടെങ്കിൽ പെണ്ണും പിള്ളയെ ഭരിക്കും, എന്നിട്ടും തീരുന്നില്ലെങ്കിൽ മക്കളെ ഭരിക്കും. അല്ലാതെ വാപ്പാനെ ഉമ്മാനെ നീ ഭരിക്കരുത്. അവരെ നീ ഭരിക്കാൻ പോയാൽ, അവരുടെ മുന്നിൽ ശബ്ദമുയർത്തിയ പോയി ഹസ്റ ദുനിയാവല്ലാഹിറ, ദുനിയാവും പോകും ആഖിറവും പോകും. ചാകാൻ കിടക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ ഈ നാക്കങ്ങോട്ട് പൊക്കാൻ നോക്കുമ്പോ പൊങ്ങില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഉമ്മാടെ വിലയതാ. വാപ്പയാരാ? സ്നേഹം പുറത്ത് കാണിക്കത്തില്ലെങ്കിലും വാപ്പയാരാ? സ്വർഗത്തിന്റെ മധ്യ കവാടവാ വാപ്പ. ഉമ്മാടെ കാൽച്ചുവട്ടിലാ സ്വർഗം കിടക്കുന്നതെങ്കിൽ വാപ്പാടെ കവാടം, സ്വർഗത്തിന്റെ മധ്യ കവാടമാണ് വാപ്പ. അതിലൂടെയേ ഉമ്മാടെ കാലിനടി കിടക്കുന്ന സ്വർഗത്തിൽ കയറാൻ പറ്റൂ. ആ ഓർമ്മ കൂടെ എല്ലാത്തിനും വേണം. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അപ്പൊ ആ സഹാബിക്കുണ്ടായിരുന്ന രണ്ടാമത്തെ ഗുണം, ഉമ്മാടെ മുന്നിൽ ശബ്ദം ഉയർത്തി സംസാരിക്കില്ല. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എന്തുമ്മ എന്തു വാപ്പ, ഭർത്താവിനെ തന്നെ വരച്ചവരെ നിർത്താം. പെണ്ണെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ആയിഷ ബീവി 25 കൊല്ലം ജീവിച്ചു. ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ 25 കൊല്ലം മുത്തുനബിയുടെ കൂടെ ജീവിച്ചു. മുത്തുനബിക്ക് 25 വയസ്സ്, ഖദീജ ബീവിക്ക് 40 വയസ്സ്. അപ്പോഴാ കല്യാണം കഴിച്ചത്. ആ വയസ്സിന്റെ ഒരു ഡിഫറൻസ് നോക്കണം. പ്രായം 40 വയസ്സ് ഖദീജ ബീവിക്ക്, മുത്തുനബിക്ക് 25 വയസ്സ്. എന്നിട്ട് ഇവർ രണ്ടും കൂടെ 25 കൊല്ലം ജീവിച്ചു. ഖദീജ ബീവിക്ക് സ്വർഗത്തിൽ ഒരു മുത്തിന്റെ കൊട്ടാരം അല്ലാഹു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ലോകത്ത് വേറെ ഒരു പെണ്ണിനും അത് കിട്ടൂല. ലോകത്ത് വേറെ ഒരു പെണ്ണിനും ആ പ്രതിഫലം കിട്ടൂല. എന്തിനാ അല്ലാഹ് അത് കൊടുത്തെന്നറിയോ? ഒരു മുത്തിന്റെ കൊട്ടാരം. നിനക്ക് ആലപ്പുഴ കടപ്പുറമല്ലേ അറിയത്തുള്ളൂ. ആരും ശല്യം ചെയ്യാത്ത ഒരു ഭാഗത്ത് ആ കൊട്ടാരം ഇരിക്കുന്നത്. എന്തിനാ കൊടുത്തേ? 25 കൊല്ലം ഭർത്താവിന്റെ കൂടെ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ശബ്ദമുയർത്തി സംസാരിക്കാത്തതിന് അള്ളാഹു കൊടുത്ത പ്രതിഫലമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. 25 കൊല്ലം, എത്ര വയസ്സിന്റെ ഡിഫറൻസ് ഉണ്ട്. ആ പ്രായമുള്ള ഖദീജ ബീബി 25 കൊല്ലം ജീവിച്ചിട്ട് ഒരിക്കൽ പോലും ഭർത്താവിന്റെ മുന്നിൽ ശബ്ദമുയർത്തിയിട്ടില്ല. അതിനാ അള്ളാഹ് ഈ സമ്മാനം കൊടുത്തത്. നമ്മുടെ ഭാര്യമാർക്ക് കിട്ടുമോ? നരച്ചേക്ക് കിട്ടുമോ? നിന്റെ ഭർത്താവിന് കിട്ടും, നിനക്ക് കിട്ടില്ല. കാരണം ഓൻ മിണ്ടൂല്ല, ഓൻ പാവാ. ചിരിക്കണില്ലേ? ചിരിക്കണം. ഓ, നല്ല സ്വഭാവട്ടാ. ഭാര്യയുടെ മുന്നിൽ ഇങ്ങനെ നടക്കുന്ന നല്ല സ്വഭാവമാണെന്ന് തോന്നില്ലേ? 3 വിഭാഗം ഒരിക്കലും സ്വർഗത്തിൽ കിടക്കില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി. 3 ഭർത്താക്കന്മാര് ഒരു കാലത്തും സ്വർഗത്തിൽ പോകില്ല. 3 ഭർത്താക്കന്മാര് ഒരു കാലത്തും സ്വർഗത്തിൽ പോകില്ല. ഒന്നാമത്തെ ഭർത്താവ് ആരെന്നറിയോ? ഒന്ന് നേരെ ഇരുന്നേ, ഒന്ന് നേരെ ഇരുന്നേ. നീ ഉണ്ടോ നോക്കാനാ, നേരെ ഇരി. ഒന്നാമത്തെ ഭർത്താവ് ആരെന്നറിയോ? പെണ്ണിന്റെ അടിമയായി കഴിയുന്ന ഭർത്താവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിനെന്താ ഇപ്പൊ ഇവിടെ പറയാ? നമ്മുടെ നാട്ടിലൊക്കെ പെങ്കോന്തെന്ന് പറയും. ഇവിടെ എന്താ പറയാ? പെണ്ണും പിള്ള വരയ്ക്കണ വരയ്ക്കപ്പുറത്തോട്ട് നീങ്ങൂല. ഇങ്ങോട്ട് വന്നു പറഞ്ഞാൽ അങ്ങോട്ട്. എന്നിട്ട് ഈ ദേഷ്യം തീർക്കുന്നത് പള്ളിയിലെ ഖത്തീബിനോടാണ്. ഭാര്യയോടുള്ള ദേഷ്യം തീർക്കണ നാട്ടുകാരോട്. വീട്ടിൽ വന്ന പാവക്കുഞ്ഞ ഇങ്ങോട്ട് വാ മിച്ചാന്ന് പറഞ്ഞാൽ അങ്ങോട്ടില്ല, അങ്ങോട്ട് കിടക്കുന്ന അങ്ങോട്ട്. പെണ്ണിന്റെ അടിമ. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ, ഉറക്കപ്പുറം അള്ളാഹു കാക്കുമാറാകട്ടെ.
നട്ടല് വേണം കേട്ടാ, നട്ടല്. ചില കാര്യങ്ങൾ നീ അത് മറന്നു പോകരുത്. നീയല്ല അവളെ കെട്ടിയത്, അവളല്ല നിന്നെ കെട്ടിയത്, നീ അവളെ കെട്ടിയത്. ആ ഓർമ്മ വേണം. ഇടയ്ക്കിടയ്ക്ക് കണ്ടാ വിചാരിക്കും താത്തായ നിന്നെ കെട്ടിയെന്ന്. അങ്ങനെ ആവരുത്. നീ പെണ്ണിന്റെ അടിമയല്ല. നീയാണ് ചെലവിന് കൊടുക്കുന്നത്. നിന്റെ ഒരു ഇതുണ്ടല്ലോ, വീട്ടില് ചെലവിന് കൊടുക്കുന്നത് നീയാ. നീ പറയുന്നത് വേണം നിന്റെ ഭാര്യയും മക്കളും കേൾക്കാൻ, അവര് പറയുന്നതല്ല. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. കാരണം നാളെ അള്ളാഹു നിന്നോട് അവരെ കുറിച്ച് ചോദിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാര്യം ഞാൻ അടിച്ചമർത്തിയതൊന്നും അല്ലട്ടാ. നിങ്ങൾക്ക് പറയാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഉണ്ട്. ചില കാര്യങ്ങൾ പറയേണ്ട സ്ഥലത്ത് പറയണം. അതിനുള്ള അവകാശം നിങ്ങൾക്കുണ്ട്. അള്ളാഹു എല്ലാവർക്കും നല്ല ജീവിതം നൽകുമാറാകട്ടെ. അള്ളാഹു നല്ല ജീവിതം നൽകുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു നല്ല ജീവിതം നൽകുമാറാകട്ടെ. പെണ്ണുങ്ങൾ അടച്ചാക്ഷേപിച്ചതല്ല, നിങ്ങൾ അടിമകളാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്വാതന്ത്ര്യമുണ്ട്. ഓരോ കാര്യങ്ങൾ പറയാനും ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം അള്ളാഹുവിൻ്റെ ദീൻ തരുന്നുണ്ട്. അള്ളാഹു മനസ്സിലാക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് 2, ഉമ്മാടെ മുന്നിൽ ശബ്ദമുയർത്തരുത്. 3, വിശദീകരിക്കുന്നില്ല. 3, ഈ ചെറുപ്പക്കാരനുണ്ടായിരുന്ന 3ാമത്തെ ഗുണം, ഉമ്മാനെ ആരെങ്കിലും കാണാൻ വന്നിട്ട് പോകും, കൂടെ പോകും. ഉമ്മാനെ കാണാൻ ആരെങ്കിലും വന്നിട്ട് പോകുമ്പോൾ ഉമ്മ കാണാതെ പുറകെ പോകും. പോയിട്ട് ചോദിക്കും, എൻ്റെ ഉമ്മച്ചി വല്ല പരാതിയും പറഞ്ഞു, എന്തെങ്കിലും എൻ്റെ ഉമ്മയ്ക്ക് എന്തെങ്കിലും കുറവുണ്ടോ? എന്നോടൊന്നും പറയാറില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ പറ, ചെയ്തു കൊടുക്കാനാ. ഇന്നാണെങ്കിൽ ഉമ്മ അങ്ങാണം വല്ല പരാതിയും പറഞ്ഞെന്ന് പറഞ്ഞാ സുബ്ഹാനല്ലാഹ്, എൻ്റെ ചെലവിനും തിന്നിട്ട് ഇവിടെ കിടന്ന് എന്നെ കുറ്റം പറഞ്ഞ അടുത്തവൻ്റെ വീട്ടിൽ പോ തട്ടല. ആ ചെറുപ്പക്കാരൻ അങ്ങനല്ല. വീട്ടിൽ വന്നിട്ട് പോകുന്നവരുടെ പുറകെ പോയിട്ട് ചോദിക്കും, ഉമ്മയ്ക്ക് വല്ല കുറവുണ്ടോ, വല്ല പരാതിയും പറഞ്ഞോ? പറഞ്ഞെങ്കിൽ അത് ചെയ്തു കൊടുക്കുമായിരുന്നു എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഉമ്മാടെ കൂട്ടുകാരെ ഒന്നും തെരഞ്ഞു പോകണ്ട. ഉമ്മായും വാപ്പായും ചോദിക്കുന്നതെങ്കിലും വാങ്ങിക്കൊടുത്താൽ മതി. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഉമ്മ പറയും, മോനെ പ്രഷറിന്റെ ഗുളിക തീർന്നടാ. എന്താ ഉമ്മ, നിങ്ങളിപ്പോ ചോറൊന്നും തിന്നാറില്ലേ? ഗുളികയാണോ തിന്നുന്നത്? 150 രൂപയുടെ ഗുളികയ്ക്ക് കണക്ക് പറയുന്നവരാകുമ്പോൾ അപ്പായും ഉമ്മായി എന്ത് ചോദിച്ചാലും വാങ്ങിക്കൊടുക്കൂല. സഹോദര, അവര് ജീവിച്ചിരിക്കുന്ന കാലത്തെ ചെയ്യാൻ പറ്റൂ. അത് ജീവിച്ചിരിക്കുന്ന കാലത്തെ നിന്റെ ഉപ്പ നിന്റെ ഉമ്മ, പലർക്കും അതിനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല സഹോദര. മാതാപിതാക്കൾ അത് അല്ലാഹു ഒരു ഭാഗ്യമാണല്ലോ. പപ്പായ്ക്ക് ഉമ്മായ്ക്കൊക്കെ ഖിദ്മത്ത് ചെയ്യാൻ കിട്ടുന്നൊരു ഭാഗ്യം അല്ലാഹു നമുക്കൊന്നതിന്. ഞങ്ങളൊക്കെ നല്ല നിലയിലായപ്പോൾ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ ഉപ്പ ആ മനുഷ്യനെയൊക്കെ നല്ലതുപോലെ ഒരു ദിവസമെങ്കിലും ആ ഉപ്പയ്ക്കൊക്കെ ഖിദ്മത്ത് ചെയ്യണം. ഞങ്ങളൊക്കെ നല്ല നിലയിലായപ്പോൾ ഉപ്പാനെ കാണാൻ പറ്റിയില്ല, ഖബറിലായി പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള, നമുക്ക് അതിന് ഇല്ലാത്തവർക്കേ അതിൻ്റെ വേദന അറിയും. അതുകൊണ്ട് കുറച്ച് നാളല്ലേ ആ പാവങ്ങൾ, അവരുടെ ദുആ, അവരുടെ കഷ്ടപ്പാട് അവരാ നിനക്ക് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി തന്നെ. അവരുടെ ദുആ കൊണ്ടല്ലേ നിനക്കിതെല്ലാം കിട്ടിയേ. എടാ, നിന്റെ ഉപ്പായ്ക്കും ഉമ്മായ്ക്കും കൊടുത്തില്ലെങ്കിൽ പിന്നെ ആർക്ക് കൊടുക്കാനാ? അതുകൊണ്ട് നിന്റെ ഉമ്മായും വാപ്പായും ആ പ്രായമായവർക്ക് ഖിദ്മത്ത് ചെയ്യും. അവരുടെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്ക്. അവരുടെ അടുക്കൽ പോയി കുറച്ചേരം ഇരുന്ന് സംസാരിക്കും. കുറച്ചു നേരം ഉമ്മാടെയും വാപ്പാടെയും ചാരത്തൊക്കെ പോയിരുന്ന് മനസ്സ് തുറക്ക്. അള്ളാഹു അവരുടെ കയ്യും കാലൊക്കെ നെക്കി കൊടുക്കുക, ഒരു ഉമ്മ കൊടുക്കുക. അതൊക്കെ വലിയൊരു ഭാഗ്യമാണ്. നിങ്ങൾ ചിന്തിക്ക്, നമ്മുടെ ഉമ്മ വഴക്കു പറയുന്നത് പോലും നമുക്ക് സന്തോഷമാണ്. നമ്മുടെ ഉമ്മ, അള്ളാഹു പടച്ചോൻ ഇപ്പോഴും ഞാൻ എൻ്റെ ഉമ്മ എന്നെ വഴക്കു പറയും, പക്ഷെ അപ്പോഴും ചിരിക്കും. ദേഷ്യം ഒരിക്കലും വരാറില്ല. നിങ്ങൾ ചിന്തിക്ക്, നിങ്ങൾ പാതിരാത്രി വീട്ടിൽ കയറി ചെല്ലുമ്പോൾ നിങ്ങളുടെ ഭാര്യ നിങ്ങളോട് ഇത്രയും നേരം എവിടെ പോയിരുന്നടാന്ന് ചോദിച്ചാൽ, നിങ്ങൾ എവിടെ പോയിരുന്നു ഇത്രയും നേരം എന്ന് വെച്ചാൽ ദേഷ്യം വരും, ഇല്ലേ? മക്കള് ചോദിച്ചാൽ ദേഷ്യം വരും. പക്ഷെ അതേ ചോദ്യം ഉമ്മ ചോദിച്ചാലോ? പാതിരാത്രി 12 മണിക്ക് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ഉമ്മ ചോദിക്കുക, ചോറും തിന്നണ്ട, കറങ്ങി നടക്കുക, 12 മണി വരെ ഉറങ്ങണ്ടടാ നിനക്ക് എന്ന് പറഞ്ഞിട്ട് ഉമ്മ വഴക്ക് പറഞ്ഞാലും അത് കേൾക്കാനൊരു സുഖവാ സഹോദര. നമ്മളെ മോനെ എന്ന് വിളിക്കാൻ ഈ ലോകത്ത് നമ്മുടെ ഉമ്മയും വാപ്പയേ ഉള്ളൂ. അത് മറന്ന് വേറെ ആര് വിളിച്ചാലും ആ ഒരു സുഖമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയാനുള്ളത്, മാപ്പാനെ ഉമ്മാനെ സ്നേഹിക്ക്. അത് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന വലിയൊരു ഭാഗ്യമാണ്. പ്രായമുള്ള മാതാപിതാക്കൾ വയസ്സാങ്കാലത്ത് നിന്റെ കൂടെ ഉണ്ടായിട്ട് നിനക്ക് സ്വർഗത്തിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ നശിച്ചു പോകട്ടെ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഈ ചെറുപ്പക്കാരന്
3 നല്ല ഗുണമുള്ളത് കൊണ്ടാണ് അല്ല സ്വർഗത്തിന്റെ മധ്യഭാഗത്തൊരു കൊട്ടാരവും സ്വർഗത്തിലെ ഭക്ഷണവും കൊടുത്തത്. അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകുമാറാകട്ടെ. അള്ളാഹുവെ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ ദീർഘായുസ് കൊടുക്കണേ അല്ലാ. മരണപ്പെട്ടവരുടെ ഖബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അപ്പം മലക്കുകൾ സ്നേഹിക്കുന്ന 6 വിഭാഗത്തിൽ 3ാമത്തെ വിഭാഗം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന മക്കളാ. അള്ളാഹു ആ കൂട്ടത്തിൽ പെടുത്തുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 4ാമത്തെ വിഭാഗം ഇരിക്കുമെങ്കിൽ ഒന്നുകൂടെ പറയാമില്ലെങ്കിൽ ദുആ ചെയ്യാം. ഇരിക്കൂ, ഒരെണ്ണം കൂടെ പറയണമെന്ന് ആഗ്രഹം. ഇരിക്കൂ. 6 പറയണം ഇൻഷാ അല്ലാഹ്. അള്ളാഹു നിങ്ങളുടെ ഈ ആഗ്രഹം അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒന്നുകൂടെ പറയാം, ഒരെണ്ണം കൂടെ പറയാം. എൻ്റെ പ്രിയമുള്ളവരെ, അള്ളാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൻ നബവിയിൽ ഇരിക്കുകയാണ്. എന്നിട്ട് സഹാബത്തിനെ വിളിച്ചു ഒരു യുദ്ധത്തിന് വേണ്ടി പോകാൻ. മുഅ്തത്തി യുദ്ധത്തിന് വേണ്ടി സഹാബത്തിനെ മുഴുവനും തെരഞ്ഞെടുക്കാം. എല്ലാരെയും തെരഞ്ഞെടുത്തു. യുദ്ധത്തിന് വേണ്ടിയുള്ള സംഘത്തെ തെരഞ്ഞെടുത്തു. 3 ചെറുപ്പക്കാരെ വിളിച്ചു മുന്നിൽ നിർത്തി. എന്നിട്ട് പറഞ്ഞു, 1ാമത് യുദ്ധം നയിക്കേണ്ട അമീർ നീയാട്ടാ. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ 2ാമത്തെ സ്വഹാബിയോട് പറഞ്ഞു നീ നയിക്കണം. നിനക്കെന്തെങ്കിലും സംഭവിച്ച 3ാമത്തെ സഹാബി, നിനക്കും എന്തെങ്കിലും സംഭവിച്ച സഹാബ, നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ യുദ്ധം നയിക്കണം. ഈ പറഞ്ഞതിനർത്ഥം 1ാമത് നീ, 2ാമത് നീ, 3ാമത് നീ. മരിക്കൂന്നാ പറഞ്ഞേ. 3 പേരോടും പറഞ്ഞ് നിങ്ങൾ മരിക്കൂന്ന് പറഞ്ഞില്ല. എന്തെങ്കിലും പറ്റിയ, അതിനർത്ഥം മരിക്കും തന്നെ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പെട്ടെന്ന് പോയി റെഡിയാകാൻ പറഞ്ഞു. എല്ലാവരും വീട്ടിലേക്ക് പോയി. ആ സമയത്ത് 2ാമത് നിന്ന ചെറുപ്പക്കാരനായിരുന്നു മഹാനായ ജൗഫർ റളിയല്ലാഹു തആല. ചെറുപ്പക്കാരനാണ് ജൗഫർ റളിയല്ലാഹു തആല. ഇങ്ങനെ തുള്ളി ചാടിയിട്ടാ പോണ വീട്ടിലേക്ക്. തുള്ളി ചാടി സന്തോഷത്തോടു കൂടി വീട്ടിലേക്ക് പോകുമ്പോ ഭാര്യ കാത്തു നിൽക്കാം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ആര് കാത്തു നിൽക്കണേ? ഭാര്യ. അങ്ങനെ പണ്ടത്തെ പെണ്ണുങ്ങൾ അങ്ങനെ ഭർത്താവ് വരാൻ താമസിച്ച വീടിന്റെ കവാടത്തിൽ തന്നെ നിൽക്കും. ഭർത്താവ് വന്നിട്ടേ സമാധാനമുള്ളൂ. ഇന്നത്തെ പെണ്ണുങ്ങൾ ആരുടെ ഭാര്യയപ്പ? രാത്രി 9 മണിക്ക് വരുന്ന ഭർത്താവ് 9:30 ആയിട്ട് വന്നില്ലെങ്കിൽ വീടിന്റെ കവാടത്തിൽ നിങ്ങളുടെ ആരുടെ ഭാര്യ കാത്തു നിൽക്കുക? അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. നിങ്ങൾ നിൽക്കാറുണ്ടോ? ഇരിക്കാറുണ്ട് ടിവിയുടെ ഫ്രണ്ടില് എല്ലാം അവിടെ. പക്ഷേ ജൗഫർ റളിയല്ലാഹു തആല അൻഹു മുത്തുനബിയുടെ ചാരത്ത് നിന്ന് തുള്ളിച്ചാടിക്കൊണ്ട് തന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ അസ്മാ എന്ന് പറയുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ടല്ലോ, വീടിന്റെ കവാടത്തിൽ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ. തന്റെ ഭർത്താവ് തുള്ളിച്ചാടിയിട്ട് വീടിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോ അസ്മാ റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് ചോദിക്കുന്നു, ജൗഫറേ, ഇത്ര സന്തോഷം എന്തേ ജൗഫറേ? ഭാര്യ ചോദിക്കുകയാണ്, വല്ലാത്ത ഹാപ്പിയിലാണല്ലോ, വല്ലാത്ത സന്തോഷത്തിലാണല്ലോ. കാരണം എന്താണെന്ന് ചോദിക്കുമ്പോ അവിടെന്ന് പറയുന്നു, പെണ്ണേ അസുമാ, അല്ലാഹുവിന്റെ പ്രവാചകൻ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കിയ സന്തോഷം കൊണ്ടാ. അല്ലാഹുവിന്റെ റസൂൽ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കിയതിന്റെ സന്തോഷമാ. വീടിന്റെ അകത്ത് കയറി ഭക്ഷണം കഴിച്ചു, ആവശ്യമുള്ള സാധനങ്ങൾ മുഴുവനും എടുത്തു. അവസാനം യുദ്ധക്കളത്തിലേക്ക് പോകാൻ ഇറങ്ങുമ്പോ തന്റെ പ്രിയപ്പെട്ട മക്കളെ പിടിച്ച് ചുംബനം കൊടുത്തു. തന്റെ പ്രിയപ്പെട്ട മക്കൾക്ക് ചുംബനം കൊടുത്തു. അല്ലാഹുവേ, തന്റെ ഭാര്യയോട് പറഞ്ഞു, അസുമാ, നാളെ സ്വർഗത്തിൽ വെച്ച് കാണാം അസുമാ. അല്ലാഹുവേ, പടച്ചവനെ, കാരണം ജൗഫർ തങ്ങൾക്കറിയാം മരിക്കുമെന്നുറപ്പാട്. നബിയാണ് പറഞ്ഞത്, അള്ളാന്റെ റസൂലാണ് പറഞ്ഞത്. അതുകൊണ്ട് പറഞ്ഞു, അസുമാ, ഇൻഷാ അല്ലാഹ് വിധിയുണ്ടെങ്കിൽ കാണാ, ഇല്ലെങ്കിൽ നാളെ പടച്ച റബ്ബിന്റെ സ്വർഗത്തിന്റെ മുന്നിൽ വെച്ച് കാണാ. അവിടുന്ന് സലാം പറഞ്ഞിറങ്ങിപ്പോയി. എന്റെ പ്രിയമുള്ളവരെ, അവസാനം മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ കടന്നു വന്നു. യുദ്ധം തുടങ്ങി. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതുപോലെ 1ാമത്തെ സ്വഹാബി അതാ വെട്ടുകൊണ്ട് താഴെ വീഴുകയാണ്. രണാങ്കണത്തിൽ പിടഞ്ഞു വീഴുകയാണ്. ജൗഫർ റളിയല്ലാഹു തആല അൻഹു മുത്തുനബി പറഞ്ഞതല്ലേ, ഓടിച്ചെന്ന് ഇസ്ലാമിന്റെ കൊടിയെടുത്തു. അതാ കൊടി ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് മുന്നോട്ട് നടക്കുമ്പോ കൈപ്പത്തി
കത്തി വെട്ടിമുറിച്ചു. കൊടി താഴെ വീഴുകയാണ്. ഇടത് കൈ കൊണ്ടതാ താഴെ വീണ കൊടിയുണ്ടല്ലോ, അതാ രണ്ടാമത്തെ കൈ കൊണ്ട് ഉയർത്തിപ്പിടിച്ചു. മുന്നോട്ട് നടക്കുമ്പോൾ ആ കയ്യും വെട്ടിമുറിക്കുകയാ. കൊടിയങ്ങ് താഴെ വീണു. താഴെ വീണ കൊടി അറ്റുപോയ കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചു. മുന്നോട്ട് നടക്കുമ്പോ സുബ്ഹാനല്ലാഹ് മുട്ടിന്റെ ഭാഗം വെച്ച് കൈ അങ്ങ് വെട്ടിമുറിക്കുകയാ. ജൗഫർ റളിയല്ലാഹു തആല അൻഹു തന്റെ പുറകിലിരുന്ന സ്വഹാബിയോട് പറഞ്ഞു, ആ കൊടിയെടുത്തിട്ട് എന്റെ കക്ഷത്തിൽ വെച്ചതാ. ആ താഴെ കിടക്കുന്ന ഇസ്ലാമിന്റെ കൊടിയെടുത്ത് എന്റെ കക്ഷത്തിൽ വെച്ചതാ. സഹാബി വര്യനെടുത്തിട്ട് വെച്ചു കൊടുത്തപ്പോ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് പുറകിൽ നിൽക്കുന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, സഹാബാ സ്വർഗം വേണോ സഹാബാ, സ്വർഗം വേണോ സഹാബാ, എന്റെ കൂടെ വാ സഹാബാ. മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു. ജൗഫർ റളിയല്ലാഹു തആല അൻഹു ഇത് പറഞ്ഞുകൊണ്ട് ശത്രുക്കളുടെ നടുവിലേക്ക് കയറി. നാലു ഭാഗത്ത് നിന്ന് വളയുകയാണ്. ജൗഫർ തങ്ങളെ തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കുകയാ. ജൗഫർ തങ്ങൾ രണാങ്കണത്തിൽ പിടഞ്ഞു വീണു. അല്ലാഹുവിന്റെ റസൂൽ പങ്കെടുക്കാത്ത യുദ്ധമാ. മുഅ്തത്തിന്റെ രണാങ്കണത്തിൽ അല്ലാഹുവിന്റെ റസൂൽ പോയില്ല. അവസാനം അല്ലാഹുവേ സുബഹി നമസ്കാരം കഴിഞ്ഞു. മസ്ജിദുൻ നബവിയിൽ സുബഹി നമസ്കാരം കഴിഞ്ഞു. അല്ലാഹുവിന്റെ റസൂൽ തിരിഞ്ഞിരുന്നു. എന്നിട്ട് പറഞ്ഞു, സഹാബാ ജൗഫർ പോയി സഹാബാ, എന്റെ ജൗഫർ ഷഹീദായി സഹാബാ. നമസ്കാരം കഴിഞ്ഞിട്ട് മുത്തുനബി പറയുകയാണ്, ജൗഫർ ഷഹീദായി. എന്നിട്ട് പറഞ്ഞു, വീട്ടിൽ പോയി പറയണമല്ലോ, ജൗഫറിന്റെ ഭാര്യയോടും കുടുംബക്കാരോട് മരണവാർത്ത പറയണമല്ലോ സഹാബാ. നിങ്ങളിൽ ആരാ പോകുന്നത്? ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് മരണവാർത്ത പറയുന്നതാരാ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ഒരു സഹാബി പോലും അനങ്ങുന്നില്ല. മുത്തുനബിയുടെ മുന്നിൽ ഇരിക്കുന്ന ഒറ്റ സഹാബി പോലും തയ്യാറായില്ല. റസൂലുള്ള ചോദിക്കുന്നു, സഹാബത്തെ ആരാ ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് മരണവാർത്ത പറയുന്നത്? ഒറ്റ സഹാബിയും മിണ്ടുന്നില്ല. മുത്തുനബി ചോദിച്ചു, നിങ്ങൾക്ക് എന്തു പറ്റി സഹാബാ, നിങ്ങൾക്ക് എന്തു പറ്റി സഹാബാ? അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുമ്പോ ഒരു സഹാബി പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞങ്ങൾക്കാർക്കും ധൈര്യമില്ല നബിയേ, ഞങ്ങൾക്കാർക്കും ധൈര്യമില്ല നബിയേ. അസ്മാഇന്റെ മുന്നിൽ പോയിട്ട് ജൗഫർ മരിച്ചെന്ന് പറയാ ഞങ്ങൾക്കാർക്കും ധൈര്യമില്ല നബിയേ. കാരണം എന്തെന്നറിയോ? ആ പെണ്ണിന് 19 വയസ്സാ പ്രായം. 19 വയസ്സുള്ള ആ പെണ്ണിനോട് നിന്റെ ഭർത്താവ് മരിച്ചുപോയെന്ന് ഞങ്ങൾ എങ്ങനെ പറയും നബിയേ? പറഞ്ഞു മനസ്സിലാക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ. അല്ലാഹുവിന്റെ റസൂലിനോട് സ്വഹാബികൾ പറയുന്നു, മുത്തുനബിയേ 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കള്, 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 പിഞ്ചു കുഞ്ഞുങ്ങള് ആ വീടിന്റെ മുമ്പിൽ നിന്ന് കളിക്കുന്നുണ്ട്. ആ മക്കളുടെ ചാരത്ത് ചെന്നിട്ട് നിങ്ങളുടെ വാപ്പ മരിച്ചു പോയടാ എന്ന് ഞങ്ങൾ എങ്ങനെ പറയും നബിയെ? അതിന് ധൈര്യമില്ലാഞ്ഞിട്ടാ. അതിനുള്ള ധൈര്യം ഞങ്ങൾക്ക് ആർക്കുമില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ എന്തായാലും മരണം പറയണം, നമുക്കൊരുമിച്ച് പോയി പറയാ സഹാബാ, നമുക്കൊരുമിച്ച് പോയി പറയാ സഹാബാ. അല്ലാഹുവിന്റെ റസൂലും സ്വഹാബത്തും മസ്ജിദുൻ നബവിയുടെ വെളിയിലിറങ്ങി ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ്, ജൗഫർ തങ്ങളുടെ ഭാര്യ ചെയ്തതെന്തെന്നറിയോ? അസ്മാ എന്ന് പറയുന്ന 19 വയസ്സുള്ള പെണ്ണ്, റബ്ബേ യുദ്ധം കഴിഞ്ഞ് സ്വഹാബികൾ വന്നു എന്ന് മനസ്സിലാകുമ്പോ, യുദ്ധം കഴിഞ്ഞ് സഹാബത്ത് വന്നു എന്ന് മനസ്സിലാകുമ്പോ, അല്ലാഹുവേ തന്റെ 3 മക്കളെ എണ്ണ തേപ്പിച്ച് കുളിപ്പിച്ചു, പുതിയ വസ്ത്രം ധരിപ്പിച്ചിട്ട് വീടിന്റെ മുന്നിൽ ഒരുക്കി നിർത്തിയിരിക്കുകയാ. വാപ്പ വരുമ്പോ കാണാൻ 2 കൊല്ലം കഴിഞ്ഞ് ഗൾഫിൽ നിന്ന് വരുന്ന ഭർത്താവിനെ കാണിക്കുന്നതിന് വേണ്ടി
സ്വന്തം മക്കളെ കുളിച്ചൊരുപ്പി അല്ലാഹുവേ എയർപോർട്ടിന്റെ കവാടത്തിന്റെ മുന്നിൽ കൊണ്ട് നിർത്തുന്നത് പോലെ യുദ്ധം കഴിഞ്ഞു വരുന്ന ഭർത്താവിനെ കാണുന്നതിന് വേണ്ടി എണ്ണയെ തേച്ച് കുളിപ്പിച്ച് പുതിയ വസ്ത്രം ധരിപ്പിച്ച് വീടിന്റെ മുന്നിൽ 3 മക്കളെ നിരക്കി നിർത്തിയിരിക്കുകയാ. ഇങ്ങനെ നിരത്തി നിർത്തിയിരിക്കുകയാണ്. തന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം അടുക്കളയിൽ നിന്നുണ്ടാക്കുകയാ. അപ്പോഴാണ് മുത്തുനബി വരുന്നത്. മക്കള് വിളിച്ചു പറഞ്ഞു, ഉമ്മാ അല്ലാഹുവിന്റെ റസൂൽ നമ്മുടെ വീട്ടിലേക്ക് വരുന്നുമ്മാ. മുത്തുനബി വരുന്നുമ്മാ. 3 മക്കളും ഇറങ്ങി ഓടി അല്ലാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ പിടിച്ചിട്ട് മുസാഫഹത്ത് ചെയ്യുകയാണ്. മുത്തുനബിയുടെ കയ്യിൽ 3 മക്കളും പിടിച്ചു. എന്നിട്ട് സുബ്ഹാനല്ലാഹ് മക്കള് വാപ്പാനെ തിരയുകയാ. എപ്പോഴും മുത്തുനബിയുടെ പുറകിൽ നടന്നു വരുന്ന വാപ്പയുണ്ടോ? 3 മക്കളും വാപ്പാനെ തിരയുന്നത് കണ്ടപ്പോ മുത്തുനബിയുടെ നെഞ്ചങ്ങ് പിടയാൻ തുടങ്ങി. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞിട്ട് താടി രോമത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ 3 മക്കളെയും കെട്ടിപ്പിടിച്ചു. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ കരയാൻ തുടങ്ങി. മുത്തുനബി കരയാൻ തുടങ്ങി. കാരണം 3 പിഞ്ചു മക്കളാ. 10 വയസ്സിന്റെ താഴെ പ്രായമുള്ള 3 മക്കള്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, സഹാബാ ജൗഫറിന്റെ മക്കളെ ചുംബിക്ക് സഹാബാ. മുത്തുനബി പറയുമ്പോ സഹാബികൾ മുഴുവനും ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മക്കളെ ചുംബിക്കാൻ തുടങ്ങി. എന്റെ ജൗഫർ പോയോ നബിയേ, എന്റെ ജൗഫർ പോയോ നബിയേ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ജൗഫർ ഷഹീദായി, ജൗഫർ ഷഹീദായി. എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. 19 വയസ്സുകാരി താഴെ വീഴുവോ, നിലവിളിക്കുവോ, എന്ത് ചെയ്യുമെന്ന് കാണാ. എല്ലാ സ്വഹാബികളും ഇങ്ങനെ അത്ഭുതത്തോടുകൂടി നിൽക്കുമ്പോ വീടിന്റെ മറയിൽ നിന്നിട്ട് ആ 19 വയസ്സുകാരി ചോദിച്ചതെന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എനിക്കൊരേ ഒരു കാര്യം അറിഞ്ഞാ മതി, എനിക്കൊന്നറിഞ്ഞാ മതി നബിയേ, എനിക്കൊരേ ഒരു കാര്യം അറിഞ്ഞാ മതി. എന്റെ ജൗഫർ മരിച്ചപ്പോ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? 19 വയസ്സുകാരി ചോദിച്ചത് അങ്ങനെയാ. പക്ഷേ ഇന്നത്തെ 18 വയസ്സ് 10ാം ക്ലാസും +1 പഠിക്കുന്ന പെൺകുട്ടിയുണ്ടല്ലോ, വൈകുന്നേരം വാപ്പ വീട്ടിലേക്ക് കയറി വരുമ്പോ വാപ്പാനോട് പറയുന്ന, ഉപ്പാ എനിക്കൊരു ചെറുപ്പക്കാരന് ഇഷ്ടമാണ്, എനിക്കവനെ വിവാഹം കഴിച്ചു തരണം. വാപ്പ ചോദിക്കുന്നു, മോളെ അവൻ മുസ്ലിം പോലുമല്ലല്ലോ, അവൻ നമ്മുടെ മതമല്ലല്ലോ മോളെ, എങ്ങനെയാ ഉപ്പ കെട്ടിച്ചു കൊടുക്കുന്നത്? ആ സമയത്ത് പൊന്നുമോള് പറയുന്ന, ഉപ്പാ കെട്ടിച്ചു തന്നില്ലെങ്കിൽ ഞാൻ നാണം കെടുത്തിയിട്ട് ഇറങ്ങി പോകും വാപ്പാ. ഇന്നത്തെ 15ഉം 16ഉം 17ഉം വയസ്സുള്ളവള് പറയുമ്പോ അന്നത്തെ 19 വയസ്സുകാരി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോ അവിടുന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, മരിച്ചത് നോമ്പുകാരനായിട്ടാണോ നബിയേ? മുത്തുനബി പോലും അത്ഭുതപ്പെട്ടു പോയി. അല്ലാഹുവിന്റെ റസൂൽ പോലും ചോദിച്ചു, അസ്മാ, ചോദിക്കാനുള്ള കാരണം എന്തേ അസ്മാ? ചോദിക്കാനുള്ള കാരണം എന്തേ അസ്മാ? യാ റസൂലല്ലാഹ്, ഒരു ദിവസം എന്റെ മടിയിൽ കിടക്കുമ്പോ, ഭാര്യയും ഭർത്താവും കൂടെ മണിയറക്കകത്ത് കിടക്കുമ്പോ ഭർത്താവിന്റെ ഭാര്യയുടെ മടിയിൽ കിടന്നിട്ട് ജൗഫർ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, അസ്മാ, എനിക്കൊരു വലിയ മോഹമുണ്ട്, നീ ദുആ ചെയ്യുവോ? എനിക്ക് വലിയ ഒരു മോഹമുണ്ട്, നീ ദുആ ചെയ്യുവോ? അസ്മാ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു, എന്തേ ജൗഫറേ, എന്തേ നിങ്ങളുടെ മോഹം എന്തേ? പെണ്ണെ, മരിക്കുമ്പോ എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം, എന്നിട്ട് അല്ലാഹുവിന്റെ മുന്നിൽ പോയിരുന്ന നോമ്പ് എനിക്ക് തുറക്കണം, നീ എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യുവോ? അസ്മാ റളിയല്ലാഹു തആല അൻഹ തന്റെ ഭർത്താവിനെ മടിയിൽ കിടത്തിയിട്ട് ദുആ ചെയ്തു, അല്ലാഹുവേ, എന്റെ ഭർത്താവിന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കണേ അല്ലാഹ്. അവിടുന്ന് ദുആ
ചെയ്തു. എന്റെ ഭർത്താവിന്റെ ആഗ്രഹമായിരുന്നു. അള്ളാന്റെ റസൂൽ സ്വഹാബത്തിനോട് ചോദിക്കുമ്പോ അവിടെന്ന് പറഞ്ഞു, നബിയേ 76 വെട്ട് കൊണ്ടിട്ട് ശരീരം മുഴുവനും തുണ്ടം തുണ്ടമായി കയ്യും കാലും വെട്ടിമുറിച്ചിട്ട് ത്തിന്റെ രണാങ്കണത്തിൽ മരണത്തോട് മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ അല്ലാഹുവേ ഒരു സ്വഹാബി വെള്ളവുമായിട്ട് കിടന്നു ചെന്നു. വായിലേക്ക് വെള്ളമൊഴിക്കാൻ പോകുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, എനിക്ക് സുന്നത്ത് നോമ്പാ, എനിക്കിന്ന് നോമ്പാ, എന്റെ നോമ്പ് മുറിപ്പിക്കല്ലേ, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം, ഇവിടെ കിടന്ന് തൊണ്ട പറ്റി വരണ്ടിട്ട് എനിക്ക് മരിക്കണം, എന്നിട്ട് നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ പോയിരുന്ന് നോമ്പ് തുറക്കണം, എന്റെ ഭാര്യ ദുആ ചെയ്തിട്ട് എനിക്ക് അല്ലാഹു തന്ന അവസരമാ, അതുകൊണ്ട് എനിക്ക് വെള്ളം തരല്ലേ, എനിക്ക് വെള്ളം തരല്ലേ, എന്റെ നോമ്പ് മുറിപ്പിക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് രണാങ്കണത്തിൽ കിടന്ന് കരയുകയാ. അവസാനം അങ്ങനെ കിടന്നാണ് ഷഹീദാകുന്നത്. അല്ലാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, അസ്മാ റഅയ്തു ജഅഫറ മലക്കൈനി യതീറു മഅൽ മലായിക, നിന്റെ ഭർത്താവ് മലക്കുകളുടെ കൂടെ പറക്കുന്നത് ഞാൻ കണ്ടു. സുമാ മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോ ഈ സദസ്സിലിരിക്കുന്ന ഉപ്പമാരോട് ഉമ്മമാരോട് പ്രായം ചെന്നില്ലേ, മുടി നരച്ചില്ലേ, മരണത്തിന്റെ അടയാളങ്ങൾ വന്നില്ലേ, ഒരുപാട് രോഗങ്ങളില്ലേ വാപ്പാ, ഇന്ന് വരെ ഏതെങ്കിലും ഒരു രാത്രി നിന്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടോ, പെണ്ണ് എനിക്ക് വേണ്ടി എന്ന് ദുആ ചെയ്യട്? എന്തേ ദുആ ചെയ്യേണ്ടത്? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ എനിക്ക് ഈമാനോടുകൂടി മരിക്കണം, എനിക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു മരിക്കണം, എനിക്ക് വെള്ളിയാഴ്ച രാവിലെ മരിക്കണം, എനിക്ക് സ്വർഗം കണ്ടിട്ട് മരിക്കണം, എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യ് പെണ്ണ്. ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ വാപ്പാ? ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ പെങ്ങള്? അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മരണം എപ്പോഴെവിടെ വെച്ചാണ് കടന്നു വരുന്നതെന്നറിയില്ലോ. ക്യാൻസർ വന്നാൽ മാത്രമേ മരിക്കൂ എന്ന് കരുതരുത്, കിഡ്നി തകർന്നാലേ മരിക്കുമെന്ന് കരുതരുത്. മരിക്കാനൊരു രോഗവും വേണ്ട, മരിക്കാനൊരു അസുഖവും വേണ്ട. എന്റെ പ്രിയപ്പെട്ടവരെ, തുഅമ്മിലു ഫിദ്ദുനിയാ طويلا ولا تدري إلى جن ليل هل تعيش إلى الفجر وكم من صحيح مات من غير إلتي وكم من مريض عاش دهرا على دهري. നിന്റെ ജീവിതം കണ്ടാൽ ഒരിക്കലും മരിക്കാത്തവനെ പോലെയല്ലേ. എങ്കിലും കവി ചോദിക്കുകയാ, രാവിലെ ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ പോയടാ? രാവിലെ ജോലിക്ക് പോയ നിന്റെ വാപ്പ എവിടെ? രാത്രി ഭർത്താവിന്റെ കൂടെ വാപ്പയുടെ കൂടെ കിടന്നുറങ്ങാ കിടപ്പറയിൽ കേറിയ നിന്റെ ഉമ്മ എവിടെ? പള്ളിക്കാട്ടിലല്ലേ മോനെ? നീയല്ലേ 3 കഷ്ടം തുണിയിൽ പൊതിഞ്ഞിട്ട് പള്ളിയിൽ കൊണ്ടുപോയി കുഴിച്ചിട്ടത്? കവി ചോദിക്കുകയാണ്, രാവിലെ എഴുന്നേറ്റവന് വൈകുന്നേരം തികയ്ക്കുന്നില്ല, രാത്രി കിടന്നവൻ രാവിലെ എഴുന്നേക്കുന്നില്ല. പടച്ചവനെ, ഒരു രോഗവുമില്ലാത്തവർ വീണു വീണു മരിച്ചു പോകുന്ന കാഴ്ച കണ്ടവരല്ലേ? എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനാ പറയുന്നത്? ഈ പരിസരത്ത് എവിടെയല്ലോ പരിശുദ്ധമായ റമളാൻ മാസത്തില് അല്ലാഹുവേ റമളാൻ കടന്നു വന്നപ്പോ അല്ലാഹുവേ ഒരു പള്ളിയുടെ സെക്രട്ടറി ആണെന്ന് തോന്നുന്നു, പള്ളി കഴുകാൻ കയറിയ സഹോദരൻ ഇവിടത്തെ പള്ളിക്കകത്ത് വീണത് പോയത് മറന്നുപോയോ സഹോദരാ? എന്ത് രോഗമുണ്ടായിട്ടാ മോനെ? മറക്കാൻ കഴിയോ നിങ്ങൾക്കൊക്കെ? ഈ അടുത്ത് ചങ്ങനാശ്ശേരിയിൽ പടച്ചവനെ 19 വയസ്സുള്ള ചെറുപ്പക്കാര് വാപ്പ അതാ ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന് വിട്ടിട്ട് തിരിച്ചു പോയതേ ഉള്ളൂ. വൈകുന്നേരം കൂട്ടുകാരുടെ കൂടെ പോയിട്ട് അവസാനം 19 വയസ്സുള്ള ചെറുപ്പക്കാരന് പാതിരാത്രി വന്ന് കിടന്നതാ.
സുബഹിക്ക് എഴുന്നേറ്റില്ലടാ പൊന്നുപോരെ. ക്യാൻസർ പിടിച്ചിട്ടല്ല മരിച്ചത്, ട്യൂമർ വന്നിട്ടല്ല മരിച്ചത്, കിഡ്നി തകർന്നിട്ടല്ല മരിച്ചത് മോനെ. കൊളസ്ട്രോളോ പ്രഷറോ ഷുഗറോ ഒന്നുമില്ലായിരുന്നടാ. ഇത്രേ ഉള്ളടാ ചെറുപ്പക്കാരാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് ഇടയ്ക്കിടയ്ക്ക് മരണത്തെ കുറിച്ചൊന്ന് ഓർക്ക്, എന്നിട്ട് നന്നാകാനുള്ള ആഗ്രഹമുണ്ടാക്കുക. നന്നാകണ്ടേ വാപ്പാ, ഒരുപാട് കാലം കൊണ്ടിങ്ങനെ നടക്കുകയല്ലേ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഉപ്പമാരോടും ഉമ്മമാരോടും പറയാറുള്ളത്, എപ്പ എവിടെ വെച്ചാ വരുന്നതെന്നറിയില്ല. അസ്റായിൽ വിളിച്ചാ പോകണ്ടേ. വരില്ല എന്ന് പറഞ്ഞു വാശി പിടിക്കാൻ പറ്റുമോ? കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ലല്ലോ. കൊണ്ടുപോകുമെന്ന് പറഞ്ഞാ കൊണ്ടുപോകുമല്ലോ. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. മരണത്തിനൊരു വേദനയുണ്ടെന്ന് അല്ലാഹുവാണ് പറഞ്ഞത്. അള്ളയാ പറഞ്ഞത് മരണത്തിനൊരു വേദനയുണ്ട് മോനെ. പ്രസവ വേദനയൊന്നും മരണവേദനയല്ലയുമ്മാ. നീ പ്രസവിക്കുമ്പോ പിടിച്ചത് ഒരു ഡോക്ടറും 2 നേഴ്സും. അല്ലാഹുവേ, റൂഹ് പിടിക്കുന്ന സമയത്ത് പിടിക്കുന്ന മലക്കിന്റെ എണ്ണം 3 മരിക്കുന്ന സമയത്ത്, റൂഹ് പിടിക്കുന്ന സമയത്ത് നിന്റെ കയ്യും കാലും പിടിച്ചു വെക്കുന്ന മലക്കിന്റെ എണ്ണം 70 മുതൽ 70,000 വരെയാ. 70,000 മലക്കുകള് നിന്റെ കയ്യും കാലും പിടിച്ചു വച്ചിരിക്കുന്ന സമയത്ത് അവരടുത്ത് വന്ന് നിന്നിട്ട് പറയും, വിളിച്ചോ കൊണ്ടുപോകാമെന്നതാ. കല്ലാ ഇദാ ബലഗതി തറാഖിയ വകീല മൻ റാഖ് വലന്ന അന്നഹുൽ ഫിറാഖ് വൽതഫത്തി സാഖു ബിസാഖ് ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്. മലക്ക് പറയും, വിളിച്ചോ കൊണ്ടുപോകാമെന്നതാടി നിന്നെ. അല്ലാഹുവേ, കാലിന്റെ വിരല് മുതൽ പിടിച്ച് പിടിച്ച് ഈ തൊണ്ടക്കുടിയുടെ ഭാഗത്ത് കൊണ്ടുവച്ചിട്ട് സുബ്ഹാനല്ലാഹ് അസ്റായിൽ പിടിച്ചെടുത്തപ്പോഴാ പലരും കിടന്ന് മൂത്രമൊഴിച്ചു പോയത്. ആ വേദന സഹിക്കാൻ കഴിയാതെയാണ് പലരും കിടപ്പിൽ കിടന്ന് കാഷ്ടിച്ചത്. മൃഗങ്ങൾ വിളിക്കുന്നത് പോലെ അല്ലാഹുവേ, പലരും മരിക്കുന്ന സമയത്ത് കടന്ന് നിലവിളിച്ചത് വേദന കൊണ്ടാ മോളെ. അല്ലാഹുവേ, മുഖമൊക്കെ കറുത്തുപോയില്ലേ മോളെ. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, എപ്പോഴെവിടെ വെച്ചാ മരണം വരുന്നതെന്നറിയില്ല. പ്രത്യേകിച്ച് എന്റെ ഉമ്മമാര് സൂക്ഷിച്ചോ. കാരണം നീ എപ്പോഴും പറയും, സിറാജ് ഉസ്താദേ, പ്രസവത്തിന് മരണവേദനയാ. നീ ആ വേദനയെ കുറിച്ച് എത്ര പറഞ്ഞാലും ലോകത്തൊരാണിനും അത് തിരിയൂല. കാരണം ഞങ്ങളാരും അത് അനുഭവിച്ചിട്ടില്ല. പക്ഷേ അനുഭവിച്ച നീ എന്തേ ഉമ്മ നന്നാകാത്തത്? ഏറ്റവും വിഷമം അതാണ്. കൊണ്ടിട്ടും നീ പഠിക്കുന്നില്ലല്ലോ. ആ വേദന പോലും നിന്നെ കൊണ്ട് താങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതിനേക്കാളും 100 ഇരട്ടി വേദനയുള്ള ഒരു വേദന നിനക്ക് വരാനുണ്ട്. അത് മരണവേദനയാണുമ്മാ. അതുകൊണ്ട് എല്ലാ മോശ സ്വഭാവങ്ങളും ഒഴിവാക്കിയിട്ട്, പ്രായം കുറേയായി, ഇനിയെങ്കിലും എല്ലാം ഒന്ന് നിർത്തിയിട്ട് നന്നാകും ഉമ്മമാരെ. എന്റെ ഉപ്പമാരോട് പറയുകയാ, 40 വയസ്സ് കഴിഞ്ഞില്ലേ വാപ്പാ? 40 വയസ്സ് നിനക്ക് കഴിഞ്ഞില്ലേ? മരണത്തിന്റെ 3 അടയാളവും നിനക്ക് വന്നില്ലേ? മരണത്തിന്റെ 3 അടയാളവും നിനക്ക് വന്നില്ലേ വാപ്പാ? 40 വയസ്സെത്തിയിട്ടും നിനക്ക് പക്വത എത്തിയില്ലെങ്കിൽ ഇനി എന്ന് നന്നാകാരാ? 39 വയസ്സുകാരൻ ചെയ്യുന്ന തെറ്റിന് ഒരു ശിക്ഷ, 40കാരൻ ചെയ്താൽ ഇരട്ടിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിനക്ക് ഇരട്ടിയാ വാപ്പാ. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരന്റെ പ്രിയപ്പെട്ട ഉപ്പമാരോട് എനിക്ക് പറയാറുള്ളത്, 40 വയസ്സ് കഴിഞ്ഞവരോട് എനിക്ക് പറയാറുള്ളത്, ഇനിയെങ്കിലും ഒന്നൊതുങ്ങ്, ഇനിയെങ്കിലും ഒന്ന് നന്നാക്, ഇനിയെങ്കിലും അല്ലാഹുവേ മരിക്കേണ്ടവനാണെന്നുള്ള ചിന്തയോടെ സ്വന്തം കാര്യം നോക്കിയിട്ട് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെക്ക്. എന്റെ ചെറുപ്പക്കാരോട് പറയുകയാ, 50 വയസ്സുള്ള വാപ്പ ചെയ്യാത്ത തെറ്റ് 20 വയസ്സിന്റെ ഇടയിൽ നീ ചെയ്തടാ. പെങ്ങളെ,
നിന്റെ ഉമ്മ 40 40 45 വയസ്സുള്ള നിന്റെ ഉമ്മ ചെയ്യാത്ത പാപങ്ങൾ 18 വയസ്സിന് മുമ്പേ നീ ചെയ്തു കൂട്ടി വെച്ചിട്ടുണ്ട്. ഒരുപാട് സുഖിച്ചില്ലേ, ഒരുപാട് ആസ്വദിച്ചില്ലേ. ആരും അറിയാത്തത് നിന്റെ കഴിവ് കൊണ്ടാണെന്ന് നീ കരുതരുത്, നിന്റെ ബുദ്ധി കൊണ്ടാണെന്ന് കരുതരുത്. അല്ലാഹ് നിന്നോട് കാണിച്ചിരിക്കുന്ന കാരുണ്യമാ. അതുകൊണ്ട് നന്നായിക്കോ. ചെയ്തു പോയത് മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റു പറഞ്ഞിട്ട് നന്നാക്. മരണത്തിന് വേണ്ടി ഒരുങ്ങ്. അള്ളാഹുവിന്റെ മുന്നിലേക്ക് പോകുമ്പോ കൊണ്ടുപോകാൻ എന്തെങ്കിലും കരുതി വെക്ക്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ജൗഫർ റളിയല്ലാഹു തആല അൻഹു മലക്കുകളുടെ കൂടെ പറന്നാണ് സ്വർഗത്തിൽ പോയത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മലക്കുകൾ സ്നേഹിക്കുന്ന 4ാമത്തെ വിഭാഗമാരാ? തിങ്കളും വ്യാഴവും നോമ്പ് പിടിക്കുന്ന ഒരുപാട് ഉപ്പമാരുണ്ട്, ഒരുപാട് ഉമ്മമാരുണ്ട്. സുന്നത്ത് നോമ്പ് മുടങ്ങാതെ പിടിക്കുന്നവരെ, നോമ്പ് പിടിക്കുന്നവരെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാ. നോമ്പ് പിടിക്കുന്നവരെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാ. നോമ്പുകാരായി മരിച്ച എന്തൊരു ഭാഗ്യമാണെന്നറിയോ. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, സുന്നത്ത് നോമ്പ് പിടിക്കുന്നവരെ മലക്കുകൾക്ക് വല്ലാത്ത ഇഷ്ടമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, അല്ലാഹുവേ ഈമാനോടുകൂടി വെള്ളിയാഴ്ച രാവിലെ അല്ലാഹുവേ റമളാൻ മാസത്തിൽ നോമ്പ് പിടിച്ചിട്ട് മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യമ തരണേ അല്ലാ, ഭാഗ്യമ തരണേ അല്ലാ. ഈ മജ്ലിസ് അതിനൊരു സബബാക്കണേ അല്ലാ.